ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷുവർ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ സെറ്റ് ഇംഗ്ലീഷ് സിലബസ് ഒരു ഓവർവ്യൂ ആണ്. പ്രധാനമായും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇനിയും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പോലും കൃത്യമായ രീതിയിലുള്ളൊരു അവലോകനം തന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊരു കൃത്യമായ ധാരണ ഈ ഒരു വീഡിയോയിലൂടെ സെറ്റ് ഇംഗ്ലീഷ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് തരാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയും കൃത്യമായ രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങാത്തവരാണെങ്കിൽ പോലും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു സിലബസ് കൃത്യമായി വിശകലനം ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണയായി മാറും. കാരണം എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം, ഏതൊക്കെ കൃത്യമായ രീതിയിൽ പോർഷൻസ് കവർ ചെയ്യണം, ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പാടില്ലാത്ത പോർഷൻസ് ഏതൊക്കെയാണ് എന്ന രീതിയിലൊക്കെ തന്നെയാണ് ഈ ഒരു സിലബസിനെ മൊത്തത്തിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഈ ഒരു പ്രാവശ്യത്തെ, അതായത് ജൂലൈ മാസം നടക്കാനായി പോകുന്ന സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് സെറ്റ് ഇംഗ്ലീഷ്, അതോടൊപ്പം തന്നെ സെറ്റ് ജനറൽ പേപ്പർ 1 കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ലിറ്റ്ഷുവർ അക്കാഡമി ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ ഓൾറെഡി അഡ്മിഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സീറ്റ്സും കൂടിയാണ് വേക്കൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ സിലബസിനെ കുറിച്ച് കൃത്യമായ ധാരണ തരുന്നത് പോലെ ഓരോ യൂണിറ്റുകളും കൃത്യമായി എന്ത് പഠിക്കണം, അതിനനുസരിച്ചുള്ള PDF മെറ്റീരിയൽസ്, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, ഓരോ യൂണിറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മോക്ക് ടെസ്റ്റുകൾ, കൂടാതെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഏകദേശം 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡീറ്റെയിൽ ഡിസ്കഷൻ വീഡിയോസും, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റേ MCQ ബാങ്ക്, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും, അതിന് അവസാനമായി എക്സാമിന് തൊട്ട് തലേ ദിവസം എന്ന രീതിയിൽ ഒരു മോഡൽ എക്സാം, യഥാർത്ഥ സെറ്റ് എക്സാം എങ്ങനെയായിരിക്കുമോ ആ രീതിയിൽ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന മോഡൽ എക്സാമും ഉൾക്കൊള്ളുന്ന ഒരു ക്രാഷ് ബാച്ച് ആണ് ഇപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. താരതമ്യേന കുറഞ്ഞ ഫീസ് നിരക്കിൽ നമ്മൾ ലിറ്റ്ഷുവർ അക്കാഡമി ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു അവസരം വിനിയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം കളയുന്നില്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് കടക്കാം. പ്രധാനമായും ഇംഗ്ലീഷ് സിലബസ് എന്ന് പറയുന്നത് 6 യൂണിറ്റുകളായിട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ തന്നെ യൂണിറ്റ് 1, യൂണിറ്റ് 2 അങ്ങനെ 6 യൂണിറ്റുകളും. അതിൽ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാവുന്നതാണ്, 6 യൂണിറ്റുകളെ കൃത്യമായ രീതിയിൽ ഒന്ന് നമ്മൾ വിശകലനം ചെയ്യുകയാണ് തന്നെ നമുക്ക് മനസ്സിലാകും. 6 യൂണിറ്റുകളെ പ്രധാനമായും 4 കാറ്റഗറി ആയിട്ടാണ്, ഇല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട ഏരിയകളിൽ നിന്നാണ് ഇതിനുള്ള മെറ്റീരിയൽസ് ഒരുക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടൻറ്റ് ഈ സിലബസ് പ്രകാരം ഒരുക്കിയിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് നോക്കുകയാണ്, യൂണിറ്റ് 1, യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഒരു സെക്ഷനായിട്ടാണ്. കാരണം യൂണിറ്റ് 1 എന്ന് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ, ഫ്രം ദ ഏജ് ഓഫ് ചോസർ ടു ദ ട്രാൻസിഷൻ പീരീഡ്, അല്ലെങ്കിൽ ടു ദ ബിഗിനിങ് ഓഫ് റൊമാൻറ്റിസിസം എന്ന് പറയുന്ന പീരീഡ് വരെയാണ്. അപ്പോൾ അത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടതാണ്. യൂണിറ്റ് 2ലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് റൊമാൻറ്റിസിസം. അപ്പോൾ പ്രധാനമായി ഇറ്റ്സ് ഓൺലി കണക്ട്സ് വിത്ത് ദ ഏജ് ഓഫ് റൊമാൻറ്റിസിസം. അപ്പോൾ റൊമാൻറ്റിക് ലിറ്ററേച്ചറാണ് പ്രധാനമായി യൂണിറ്റ് 2 ഫോക്കസ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന യൂണിറ്റ് 3 എന്ന് പറയുന്നത്, അതായത് യൂണിറ്റ് 2 എന്ന് പറയുന്നത് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ടു വിക്ടോറിയൻ ഏജും, അതോടൊപ്പം തന്നെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് 20th സെഞ്ച്വറി അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ലിറ്ററേച്ചർ. അപ്പോൾ പ്രധാനമായും നമ്മൾ യൂണിറ്റ് 1, യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3യിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഫ്രം ദ ഏജ് ഓഫ് ചോസർ ടു ദ ഏജ് ഓഫ് പോസ്റ്റ് മോഡേൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും 3 യൂണിറ്റുകളായിട്ട് തന്നിരിക്കും. അപ്പോൾ കൃത്യമായി നിങ്ങൾ സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ PG ഒക്കെ പഠിച്ചവരായിരിക്കാം ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ലിറ്ററേച്ചർ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായൊരു സിലബസാണ്. നെറ്റിൻ്റെ സിലബസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് പഠിക്കണമെന്ന് പോലും നെറ്റിൻ്റെ നിലവിലുള്ള ഇതുവരെ വന്നിരിക്കുന്ന സിലബസ് പ്രകാരം ക്ലിയർ അല്ല. അത് വെച്ച് നോക്കുകയാണെങ്കിൽ സെറ്റിന് ഏതൊക്കെ ഏരിയ, ഏതൊക്കെ പോർഷൻസ്, ഏതൊക്കെ റൈറ്റേഴ്സ്, അവരുടെ ഏതൊക്കെ തന്നെ വർക്ക്സ് ആണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് കൃത്യമായ ധാരണ തരുന്ന ഒരു സിലബസാണ് സെറ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ സിലബസ്. അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് മനസ്സിലാക്കി. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഫ്രം ചോസർ ടു ദി പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. പിന്നെ വരുന്ന യൂണിറ്റ് 4 എന്ന് പറയുന്നത് അമേരിക്കൻ, ഇന്ത്യൻ ആൻഡ് ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്. അപ്പം മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം, വേൾഡ് ലിറ്ററേച്ചറാണ്. നമ്മൾ ആദ്യം കണ്ടത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ മാത്രമാണെങ്കിൽ ഇവിടെ വരുന്നത് മറ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഒഴികെ, എക്സെപ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, അതർ ലിറ്ററേച്ചേഴ്സ് ആർ
ഫോക്കസ് ഓവർ ഹിയർ. അപ്പോൾ പ്രധാനമായിട്ട് അമേരിക്കൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, കൂടാതെ പറയുന്നതാണ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ, കനേഡിയൻ ലിറ്ററേച്ചർ, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ. അപ്പം മൊത്തത്തിൽ വേൾഡിൽ എങ്ങനെയാണ് ഈ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ അവർ ഓരോ രാജ്യവും കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന കാര്യമാണ്. അതിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ, അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ്, അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, അതാണ് യൂണിറ്റ് 4 ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് 5 നോക്കാം. അത് പ്രധാനമായിട്ട് ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, അതായത് നമുക്ക് ചുരുക്കി പറയുകയാണ് ELT. അത് നമുക്ക് പ്രധാനമായിട്ടും BEd ഒക്കെ നിർബന്ധമായും കഴിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ല ഒരു എബോവ് ആവറേജ് എന്ന രീതിയിൽ തന്നെ, ആ ഒരു പെർസെൻറ്റേജിൽ തന്നെ നിങ്ങൾ ELT എന്താണ്, ഇല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്ന് കൃത്യമായ ധാരണ ഉണ്ടാവും. അപ്പോൾ യൂണിറ്റ് 5 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലിംഗ്വിസ്റ്റിക്സ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ELT എന്ന രീതിയിലോ മനസ്സിലാക്കാം. ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ് നോക്കുക ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം. ഇതായിരിക്കാം പൊതുവേ പല വിദ്യാർത്ഥികൾക്കും അത്രത്തോളം ഒരു എന്താ പറയുക, കൂടുതൽ താല്പര്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതി, അല്ലെങ്കിൽ കൂടുതൽ താല്പര്യമില്ലാത്തൊരു പോർഷൻസ് ഉണ്ടെങ്കിൽ അത് യൂണിറ്റ് 6 ആയിരിക്കാം. കാരണം കുറച്ചധികം തിയറിറ്റീഷ്യൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള, അവർ ഫോർവേഡ് ചെയ്തിട്ടുള്ള ഇല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് ചെയ്തിട്ടുള്ള തിയറീസ് എന്താണ്, അതിൽ തന്നെ ചില കോൺസെപ്റ്റ്സ് ഉണ്ടാവാം, അതൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന ഇന്ത്യൻ ഈസ്തെറ്റിക്സ്. അപ്പോൾ അതിൽ തന്നെ അലങ്കാര, അനുമാന, വക്രോക്തി, ഭാവ, അതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ പെരിഫറൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ത്യൻ ഈസ്തെറ്റിക്സ് പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. ഒരു മിനിമം നോളജ് ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യാനായി പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ആ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇതുവരെ നമ്മളിപ്പോൾ നോക്കിയ യൂണിറ്റ് 6 അടങ്ങുന്ന 6 യൂണിറ്റുകൾ അടങ്ങുന്ന ഇംഗ്ലീഷ് സിലബസിനെ പ്രധാനമായും നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചു? പ്രധാനമായും 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് മുതൽ 3ാമത്തെ യൂണിറ്റ് വരെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറും, യൂണിറ്റ് 4 എന്ന് പറയുന്നത് വേൾഡ് ലിറ്ററേച്ചറും, യൂണിറ്റ് 5 എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ELT, ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് 6 എന്ന് പറയുന്നത് ലിറ്റററി തിയറിയാണ്. അപ്പോൾ പ്രധാനമായും നമ്മൾ കുറച്ച് അതായത് നമുക്ക് എന്ത് കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നു അതിനെ നമ്മൾ കുറച്ചധികം ഡിസോൾവ് ചെയ്യും, ഇല്ലെങ്കിൽ അതിനെ കുറച്ചധികം ചെറുതാക്കി നമ്മൾ കൊണ്ടുവരികയാണ്, മിനിമൈസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നമുക്ക് എത്രത്തോളം പഠിക്കാനുണ്ടെന്ന് ആലോചിച്ച് വരുന്ന ടെൻഷൻ കുറച്ച് മനസ്സിലാക്കാനേ പറ്റും. അപ്പോൾ നമ്മൾ പ്രധാനമായും 6 യൂണിറ്റുകളെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് വെച്ച് ഇല്ല കാറ്റഗറൈസേഷൻ നടത്തി. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഓരോ യൂണിറ്റുകളിലും എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ എത്രത്തോളം പ്രാധാന്യം ഇല്ലാതെ നമുക്ക് ഫോക്കസ് ചെയ്യാമെന്ന കാര്യമാണ്. അതിൽ തന്നെ ഒന്നാമത്തെ നോക്കി യൂണിറ്റ് 1 എന്ന് പറയുന്നതിൽ പ്രധാനമായും ചോസേഴ്സ് ഏജ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം ഫസ്റ്റ് ഫോക്കസ് എവിടെ തന്നെ വരും? ജോഫ്രി ചോസറാണ്. അദ്ദേഹത്തിന് കണ്ടംപററീസ് ആരൊക്കെയാണ്, യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആരൊക്കെയാണ്, അതിൽ ഉൾപ്പെടാത്ത വ്യക്തികൾ ആരൊക്കെയാണ് എന്ന ചോദ്യം നിർബന്ധമായിട്ട് വരും. കാൻറ്റർബറി ടെയിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെത്ര പിൽഗ്രിംസ് ഉണ്ടായിരുന്നു, ഏതാണ് അതിൻ്റെ ടബാഡ് ഇൻ പോലുള്ള അത്, പിന്നെ ആരാണത് ഹോസ്റ്റ് ചെയ്തത്, അങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽസ് ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കാം. പിന്നെ വരുന്നത് തോമസ് മാലറി ഉട്ടോപ്യ, അത് എഴുതിയ വർഷം, അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ, ഏത് കാലഘട്ടത്തിൽ എഴുതി എന്ന കാര്യം. പിന്നെ വരുന്ന തോമസ് വയറ്റ് ആൻഡ് സർറെ, അവർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇല്ലെങ്കിൽ ഈ ലിറ്ററേച്ചർ ഫീൽഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത എന്താണ്, അല്ലെങ്കിൽ അവരുടെ സംഭാവന എന്താണ്, പ്രധാനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് സോണറ്റ് പോലുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കാം. പിന്നെ ഫിലിപ്പ് സിഡ്നി, ഒരിക്കലും ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു ലിറ്റററി ലൂമിനറി തന്നെയാണ് ഫിലിപ്പ് സിഡ്നി എന്ന് പറയുന്നത്. തോമസ് കിഡ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് വരുന്ന മൊഡ്യൂൾ 12 ആണ്. അതായത് ആരാണ്? ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ്, ബുക്ക് 1, ലിസിഡസ് പോലുള്ള വർക്ക്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ ദി റെസ്റ്റോറേഷൻ, ദി കോമഡി ഓഫ് മാനേഴ്സ്, അതൊക്കെ വളരെയധികം ഫോക്കസ് ചെയ്ത് പോക്കേണ്ടതാണ്. പിന്നെ ഹീറോയിക് ഡ്രാമ, പോപ്പുലർ പ്രോസ് റൈറ്റിംഗ്, ഡ്രൈഡൻ ആൻഡ് പോപ്പ്, ദെൻ ഡോക്ടർ ജോൺസൺ, റൈസ് ഓഫ് ദി നോവൽ, ട്രാൻസിഷൻ പോയിന്റ്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക ഇതിലേതാണ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിർബന്ധമായി ഒഴിവാക്കേണ്ട ഏത് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചധികം ഫോക്കസ് വേണമെങ്കിൽ, കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിപ്പോൾ കൃത്യമായ ഈ ഒരു സിലബസ് തന്ന സ്ഥിതിക്ക് ഇന്നത് ഒഴിവാക്കണമെന്ന് നമുക്ക് മനഃപൂർവ്വം പറയാനായിട്ട് പറ്റില്ല. എങ്കിലും ഒരു എബോവ് ആവറേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത സെക്ഷനാണ് ഇപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതുപ്രകാരം ജോഫ്രി ചോസർ, ഫിലിപ്പ് സിഡ്നി, ജോൺ മിൽട്ടൺ, അതോടൊപ്പം തന്നെ കാക്സ്റ്റൺ, പിന്നെ പ്രിൻറ്റിംഗ് പ്രസ്, ഡോക്ടർ ജോൺസൺ, റൈസ് ഓഫ് ദ നോവൽ, ട്രാൻസിഷൻ പോയട്രി. അപ്പോൾ നിയോ ക്ലാസിക്കൽ ഏജിലെ പ്രധാനപ്പെട്ട ആ ഒരു പീരിയോഡിക്കൽസിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ. അപ്പോൾ ഇത്രയും കാര്യം നിർബന്ധമായി ഒരു വിദ്യാർത്ഥി പോലും, എത്ര പഠിക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥി സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
തീർച്ചയായും ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. മറ്റേത് സ്കിപ്പ് ചെയ്താൽ പോലും ഈ ഒരു ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് ഈ ഒരു യൂണിറ്റ് 1-ൽ നിന്ന് എന്തായാലും തീർച്ചയായിട്ടും ഒരു 5 ക്വസ്റ്റ്യൻസോളം ഏകദേശം ഈ ഒരു ഫോക്കസ്ഡ് ഏരിയയിൽ നിന്ന് തന്നെ വരാം. അപ്പോൾ നിർബന്ധമായിട്ട് ഈ ഒരു സെക്ഷൻ വിട്ട് കളയാൻ പാടില്ല. അപ്പോൾ പ്രധാനമായി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് യൂണിറ്റ് 1-ൽ എന്തൊക്കെ നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം, അതോടൊപ്പം തന്നെ 6 യൂണിറ്റുകളെ നമുക്ക് ഏതൊക്കെ തരത്തിൽ കാറ്റഗറൈസേഷൻ നടത്താം എന്ന കാര്യമാണ്. അപ്പോൾ തുടർന്നും വരുന്ന ഓരോ യൂണിറ്റുകളും ഓരോ യൂണിറ്റ് വൈസായിട്ട് തന്നെ എന്തൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ അതിൽ തന്നെ എന്തൊക്കെ സ്കിപ്പ് ചെയ്യണം എന്ന കാര്യം, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറക്കണ്ട, നമ്മൾ ലിറ്റ്ഷുവർ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ക്രാഷ് കോഴ്സ്, അതിനുവേണ്ടി ഈ ഒരു സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷുവർ അക്കാഡമി. താങ്ക് യു.